ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒറ്റ നില വീടിൻ്റെ വിശേഷങ്ങളാണ്. 950 സ്ക്വയർ ഫീറ്റിൽ 19 ലക്ഷത്തിനാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ എലിവേഷനിൽ ഭംഗി കൊടുക്കുന്നത് ഈ ഒരു ജാളി വർക്കും പ്ലാസ്റ്ററിങ്ങിൽ കട്ടിങ് കൊടുത്തിട്ടുള്ളതും ഷോ വാളും ആണ്. ഈ ഒരു ജാളി വർക്ക് കൊടുക്കാൻ കാരണം ഇവിടെ ഒരു ബാത്റൂമാണ് കേട്ടോ വരുന്നത്. അതിനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു ഗുഡ് വർക്കാണ്. ഇനി നമുക്ക് സിറ്റ് ഔട്ട് പരിചയപ്പെടാം. ഓപ്പൺ ആയിട്ടാണ് സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കോബിൾ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റെയിൻ ഷെയ്ഡ് ആയിട്ട് പോളി കാർബൺ ഷീറ്റും GIU ആണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിന്റെ അതേ ലെങ്ത്തിൽ തന്നെയാണ് ഇവിടെ സ്റ്റെപ്പുകൾ ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പിന്റെ രണ്ട് സൈഡിലായിട്ട് വുഡൻ ടൈപ്പ് ടൈല് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, ഒരു ബ്രൗൺ ഷെയ്ഡിൽ കാണുന്നത്. പിന്നെ വരുന്നത് ഗ്രാനൈറ്റ് ആണ്. ഫ്ലോറിൽ മൊത്തം 2x4 വിട്രിഫൈഡ് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഒരു വുഡൻ ബെഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ഭംഗിയുള്ള വാൾ ലൈറ്റുകൾ വന്നിട്ടുണ്ട്. സിംഗിൾ വിൻഡോ ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു റിംഗ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്തും ഒരു കോബിൾ ലൈറ്റ് വരുന്നുണ്ട്. ഇനി മെയിൻ ഡോർ നോക്കാം. മഹാഗണി വുഡിൽ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് കയറുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കടന്നു വരുമ്പോൾ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഡൈനിങ് ടേബിൾ ഒരുക്കിയിട്ടുള്ളത്. 6 സീറ്റോട് കൂടിയിട്ടുള്ളൊരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടേബിളിൻ്റെ ടോപ്പിൽ വരുന്നത് ഗ്ലാസ് ആണ്. വിൻഡോസിന് സീബ്ര ബ്ലിൻസ് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ഭംഗിയുള്ള വാൾ ലൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ആ ഒരു ലൈറ്റ് നമ്മുടെ ക്യാമറയിൽ അത്ര ഭംഗിയില്ല കേട്ടോ. പിന്നെ ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് ആണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ഷോക്ക് പീസ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ കുഞ്ഞ് LED ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് ഒരു ബെഡ്റൂം, കിച്ചൺ എന്നിവ വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് ബെഡ്റൂമാണ്. സ്റ്റെയറിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കാം. 9x10 ഈ ഒരു റൂമിൻ്റെ സൈസ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഭംഗിയുള്ളൊരു കോട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഭാഗം വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു കോർണറിലൊരു സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ബാത്റൂം വരുന്നത്. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടും ടെക്സ്ചർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ മിറർ സെറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗി കൊടുക്കും കേട്ടോ. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ്. ഒരു മീഡിയം വലുപ്പത്തിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ഇതിൻ്റെ പ്ലാൻ കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് കറക്റ്റായിട്ടുള്ള സൈസ് പറയാത്തത്. ഈ ഒരു ടൈൽ കളർ കോമ്പിനേഷൻ നോക്കിക്കോളൂ. ഇനി നമുക്ക് ഈ ഒരു സ്റ്റെയറിൻ്റെ ഏരിയ നോക്കാം. സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൽ വുഡൻ ടൈപ്പ് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് GIയിലാണ്. ഈ ഒരു ഭാഗത്ത് ഒരു ഡബിൾ സൈഡ് ക്ലോക്ക് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. സ്റ്റെയറിന് താഴെയായിട്ടാണ് കോമൺ ബാത്റൂം വരുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇതും അത്യാവശ്യം വലുപ്പത്തിലാണ് വരുന്നത്. നോർമൽ ക്ലോസറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ബെഡ്റൂം നോക്കാം. റൂമിൻ്റെ ഡോർ ഡിസൈൻ കണ്ടോളൂ കേട്ടോ, റെഡിമെയ്ഡ് ആണ്. ഇവിടെ സീലിങ്ങിന് പകരം വാൾ ലൈറ്റുകൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 9x10 സൈസിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു കോട്ട് വരുന്നുണ്ട്. ഇവിടെ വാർഡ്രോബിന് വേണ്ടിയിട്ട് ഈ ഒരു കോർണറിലാണ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചണ് നോക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്.
വിറകടുപ്പോട് കൂടിയ ഒരൊറ്റ കിച്ചണാണ് ഇവിടെ വരുന്നത്. ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷിംഗ് ടൈലാണ്. സ്ലാബ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലാണ്. ഈ ഒരു ഭാഗത്ത് മിക്സിക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ വന്നിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് വിറകടുപ്പ് വരുന്നത്. വിറകടുപ്പിന് മുകളിൽ ചിമ്മണി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വാളിലായിട്ടൊരു ഷോക്ക് പീസ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫ്രിഡ്ജിന് വേണ്ടിയിട്ട് ഈ ഒരു കോർണറിലാണ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് സ്റ്റൗ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.